എന്തായിരുന്നടി അവിടെ ബഹളം? എന്താ നിനക്ക് മാത്രമേ അരിശുള്ളൂ? ഇവക്ക് ഫ്ലൈങ് സോസർ കളിക്കാനായിട്ടല്ല ഞാൻ ഈ വീട്ടിൽ പാത്രങ്ങൾ മേടിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ അരിമണിയും ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളോ. അതിന് എന്താ അച്ഛാ ഇവിടെ ഒരു ബഹളം? പുറത്തുനിന്നുള്ളൊരു പെൺകുട്ടി ഇവിടെ ഉള്ളതല്ലേ? പുറത്തുനിന്ന് വന്ന ഒരു പെൺകുട്ടി മാത്രമല്ല, താടിയും മുടിയും വളർത്തിയ ഒരു ആൺകുട്ടി കൂടെ ഉണ്ട് ഈ വീട്ടില് പുറത്തുനിന്നുള്ളതായിട്ട്. അയ്യോ, നമ്മളല്ലെങ്കിലും ഒടുക്കം ഒടുവിലുള്ള കൃഷ്ണനാണല്ലോ. ശരി, നടക്കട്ടെ. മനോഹരേട്ടൻ അങ്ങനെ ദേവിയും കൂട്ടുപിടിച്ചോണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അമ്മ, ഞാൻ എന്ത് ചെയ്തെന്നാ? അമ്മ ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി സംസാരിക്കരുത്. എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്ന സങ്കടം വരുന്നേ. ഓ, അവളൊരു സങ്കടക്കാരി. പ്രശ്നങ്ങൾക്ക് തീ കൊളുത്തിയിട്ട് പഞ്ചപാവം നടിച്ചു വന്ന് നിൽക്കുന്നു. ദേവിക കൂടുതൽ ന്യായമൊന്നും പറയണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യും? അകത്ത് കിടക്കുന്ന കൊച്ചിനെ വല്ല വിഷവും കൊടുത്തിട്ട് ഞാനും അങ്ങ് ചാവും. അതോടെ എല്ലാവർക്കും തൃപ്തിയാവുമല്ലോ. ഞാൻ കൊണ്ടുവരാം. അവിടെ ഒരു ആത്മഹത്യാ ഭീഷണി, അത് മനോഹരന്റെ അടുത്ത്. മനോഹര, നീ എന്തിനാണോ ഇവളെ തല്ലിയത്? എന്നാ പിന്നെ നീ എന്നെ കൂടെ അങ്ങ് തല്ല്. ഈ ഫാമിലി പീനൽ കോഡിലെ അമ്മയെ തല്ലാൻ വകുപ്പില്ല. നീ കാരണോടി എനിക്ക് അടി കിട്ടിയത്. മിണ്ടരുത് നീ. നിന്നോട് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നീയായിട്ട് തന്നെ കളയും. ഞാനതിന് എന്ത് ചെയ്തെന്നാ? മോളെ, മോളൊന്നും ചെയ്തിട്ടില്ല. കുറെ നാളായി ഞാനിവക്ക് ടോങ്ങി വെച്ചിരുന്നത്. ഈ വീട്ടിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ ഇനിയും നിനക്കിട്ട് അടി കിട്ടും. എനിക്ക് ചാവാൻ പേടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ചാകാൻ എന്തിനാടി പേടി?